കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൺ ഓഫ് ദ പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് പോപ്പുലേഷന് സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ കളക്ട് ചെയ്യുക, ഇൻഫീരിയർ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഒരു പോപ്പുലേഷനിൽ ബെസ്റ്റ് വെറൈറ്റി സെലക്ട് ചെയ്തു, അതിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തു, ആ ബെസ്റ്റ് വെറൈറ്റീനെ അതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്തു, ദെൻ ഇൻഫീരിയർ എലിമിനേറ്റ് ചെയ്തു, വീണ്ടും നമ്മൾ കളക്ട് ചെയ്തതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വീണ്ടും സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ളതിനെ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള വെറൈറ്റി നമ്മളെ കയ്യിൽ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലാർജ് പോപ്പുലേഷൻ റൈസ് ഉള്ള പാടത്തുനിന്ന് നല്ല നെല്ലുകളുള്ള, അതായത് ഒരുപാട് നെൽവിത്തുകളുള്ള പ്ലാന്റ്സിനെ 5 കളക്ട് ചെയ്തു. ആ 5 നിന്നുള്ള നെല്ലുകളെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ കൾട്ടിവേറ്റ് ചെയ്യും, അതിന് വീണ്ടും നമ്മൾ നല്ല നെല്ലുകളുള്ളതിനെ കളക്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പം ഒരു ബെസ്റ്റ് വെറൈറ്റി നെല്ല് നമ്മളുടെ കയ്യിലുണ്ടാവും. ആൻഡ് സെലക്ഷൻ 2 ടൈപ്പാണ് ഉള്ളത്, നാച്ചുറലും ആർട്ടിഫിഷ്യലും. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പം നാച്ചുർ ചെയ്യുന്നതാ. ഒരു പെർട്ടിക്കുലർ അസുഖം വരുന്ന സമയത്ത് ഒരുപാട് പ്ലാന്റ്സ് നശിച്ചു പോകും. അപ്പോൾ അവിടെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റി മാത്രമാണ് നാച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുക. സോ നാച്ചുറൽ നടത്തുന്ന സെലക്ഷനാണ് നാച്ചുറൽ സെലക്ഷൻ. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റീസ് ഉള്ളതിനെ സെലക്ട് ചെയ്യുകയും ഇൻഫീരിയർ ക്വാളിറ്റീസ് ഉള്ളതിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി ഒരു സെലക്ഷൻ നടക്കും. അതിനെയാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുക. Success of selection depends on extent of genetic variability and heritability of the character. അപ്പോൾ സെലക്ഷൻ സക്സസ് ആവണമെങ്കിൽ 2 കാര്യമുള്ളത്. ഒന്ന് ജനറ്റിക് വേരിയബിലിറ്റി, അതായത് ഒരു ലാർജ് പോപ്പുലേഷൻ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുമ്പോഴാണ് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. എല്ലാ പ്ലാന്റ്സിനും ഒരേ ക്യാരക്ടർ, ഒരേപോലെ നെല്ലുകൾ ഉണ്ടാവുന്ന ഒരു പാടത്തുനിന്ന് നമുക്ക് പിന്നെ സെലക്ഷൻ പോസിബിൾ അല്ല. സോ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റുക. ആൻഡ് അതുപോലെ തന്നെ ഹെറിറ്റബിലിറ്റി ഓഫ് ദ ക്യാരക്ടർ. നമ്മൾ സുപ്പീരിയർ ക്വാളിറ്റി കണ്ട് കളക്ട് ചെയ്ത പ്ലാന്റ് മെറ്റീരിയൽ നെക്സ്റ്റ് ഇയർ കൾട്ടിവേറ്റ് ചെയ്യുമ്പം ആ ക്വാളിറ്റി ആ പ്ലാന്റിൽ കാണണം. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ക്യാരക്ടർ, സുപ്പീരിയർ ക്വാളിറ്റി ക്യാരക്ടർ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്ത് ചെയ്യണം, ഹെറിറ്റബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ സെലക്ഷനോട് കാര്യമുള്ളൂ. സോ സെലക്ഷൻ സക്സസ് ആവണമെങ്കിൽ ജനറ്റിക് വേരിയബിലിറ്റി വേണം, അതുപോലെ തന്നെ സെലക്ട് ചെയ്ത ക്യാരക്ടർ ഹെറിറ്റബിളും ആവണം. ആൻഡ് സെലക്ഷൻ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. പണ്ട് മുതലേ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു മെത്തേഡ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ആണ് സെലക്ഷൻ എന്ന് പറഞ്ഞത്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ് സെലക്ഷൻ. മാസ് സെലക്ഷനിൽ ഫീനോ ടൈപ്പിൻ്റെ ബേസിലാണ് നമ്മൾ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുക. അതായത് ഒരു നെൽപ്പാടത്ത് ഏറ്റവും കൂടുതൽ നെല്ലുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്യാണ്. സോ അതിൻ്റെ ജീനോ ടൈപ്പ് നമുക്കറിയില്ല, അത് ഹോമോസൈഗസ് ഹൈ ഈൽഡ് ആണോ അതോ ഹെട്രോസൈഗസ് ഹൈ ഈൽഡ് ആണോ എന്ന് നമുക്കറിയില്ല. അത് നമ്മൾ പുറത്തുനിന്ന് ഫീനോടിപ്പിക്കലി ഹൈ ഈൽഡ് ആണോ അതിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ഫീനോ ടൈപ്പിൻ്റെ ബേസിലാണ് മാസ് സെലക്ഷൻ വഴി നമ്മൾ പ്ലാന്റ്സിനെ കളക്ട് ചെയ്യുക. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെത്തേഡാണ്. ആൻഡ് സാധാരണ മാസ് സെലക്ഷൻ ചെയ്യാറ് ക്രോസ് പോളിനേറ്റഡ് സ്പീഷീസിലാണ് ആൻഡ് റയർ ആയിട്ട് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് സ്പീഷീസിലും. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ് സെലക്ഷൻ ആണുള്ളത്, നെഗറ്റീവ് മാസ് സെലക്ഷനും അതുപോലെ തന്നെ പോസിറ്റീവ് മാസ് സെലക്ഷനും. നെഗറ്റീവ് മാസ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫീരിയർ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ ഒരു ഫീൽഡിൽ നിന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതിനെയാണ് നെഗറ്റീവ് മാസ് സെലക്ഷൻ എന്ന് പറയുക. അപ്പോൾ ലോ ഈൽഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ പറിച്ച് കളയുക. സോ ഫുൾ പറിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാടത്ത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹൈ ഈൽഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനത്തെ സെലക്ഷനാണ് നെഗറ്റീവ് മാസ് സെലക്ഷൻ എന്ന് പറയുക. ദെൻ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ആൻഡ് ലീസ്റ്റ് യൂസ്ഡ് മെത്തേഡ്. ഇറ്റ് ക്യാൻ ഓൺലി ലീഡ് ടു വെറൈറ്റി ഇംപ്രൂവ്മെൻറ്റ്. ഒരു വെറൈറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് നെഗറ്റീവ് മാസ് സെലക്ഷൻ യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് പുതിയൊരു വെറൈറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നെഗറ്റീവ് മാസ് സെലക്ഷൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ പോസിറ്റീവ് മാസ് സെലക്ഷൻ എന്താ, ഡിസയറബിൾ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിന് ഒരു മിക്സഡ് പോപ്പുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സീഡ്സ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. എന്നിട്ടത്
കൂട്ടുക, ബൾക്ക് ചെയ്യുക. അതായത് ഒരു 10 ബെസ്റ്റ് പ്ലാന്റിനെ നമ്മൾ ഒരു പാടത്തുനിന്ന് കളക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. സോ ആ ഓരോ പ്ലാന്റിലും ചിലപ്പോൾ 100 സീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ 10 പ്ലാന്റിൽ നിന്നുള്ള ഫുൾ സീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ബൾക്ക് ചെയ്യും അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടും. ദെൻ നെക്സ്റ്റ് ഇയറിൽ അതിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും. ആ 1000 സീഡ്, 100 സീഡാണ് ഒരു പ്ലാന്റിലെങ്കിൽ 10 പ്ലാന്റ് ഉണ്ടാകുമ്പോൾ 1000 സീഡ് ഉണ്ടാവും. ആ 1000 സീഡിനെ നമ്മൾ നെക്സ്റ്റ് ഇയറിൽ കൾട്ടിവേറ്റ് ചെയ്യും. അതിന്ന് നമ്മൾ വീണ്ടും ഒരു 10 പ്ലാന്റ് സെലക്ട് ചെയ്യും, അതിൻ്റെ സീഡ്സ് ബൾക്ക് ചെയ്യും. അങ്ങനെയാണ് പോസിറ്റീവ് മാസ് സെലക്ഷൻ ചെയ്യുക. This process is continued for several years until the desired characters are obtained. സോ നമ്മളിത് ഒരുപാട് വർഷം ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫീരിയർ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സ് പിന്നെ ആ പാടത്ത് ഡെവലപ്പ് ചെയ്യാതെ ആയി വരും. നമ്മൾ സാധാരണ പോസിറ്റീവ് മാസ് സെലക്ഷൻ യൂസ് ചെയ്യാറ് ലോക്കൽ വെറൈറ്റി, നമ്മളുടെ നാട്ടിൽ സാധാരണ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലോക്കൽ വെറൈറ്റീനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാസ് സെലക്ഷൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീനോടൈപ്പിൻ്റെ ബേസിലാണ് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇപ്പോഴും ജീനോടൈപ്പിനെ റിസംബിൾ ചെയ്തോളണം എന്നില്ല. ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലും പ്ലാന്റ് സുപ്പീരിയർ ക്വാളിറ്റി ഫീനോടൈപ്പാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ സക്സസ് റേറ്റ് ഓഫ് മാസ് സെലക്ഷൻ ഈസ് വെരി ലോ. നെക്സ്റ്റ് പ്രൊസീജിയർ ആണ്. മാസ് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് വർഷം എടുത്ത് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് മെയിനായിട്ടും 4 സ്റ്റെപ്പാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് നമ്മളൊരു ബേസ് പോപ്പുലേഷൻ സെലക്ട് ചെയ്യണം. ദെൻ ബേസ് പോപ്പുലേഷനിൽ നിന്ന് ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സീഡ്സ് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ദെൻ മൂന്നാമതായിട്ട് അതിനെ ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ എന്ത് ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക. ദെൻ നാലാമതായിട്ട് അതിനെ പുതിയൊരു വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ ബേസ് പോപ്പുലേഷൻ സെലക്ട് ചെയ്തു, ദെൻ അതിന്ന് ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഡിസൈറബിൾ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ബ്രീഡർ എയിം പോലെ ഇരിക്കും. ബ്രീഡർ ഒരു പ്രാവശ്യം ഹൈ ഈൽഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈ ഈൽഡുള്ള പ്ലാന്റ്സിനെയാണ് ബ്രീഡർ സെലക്ട് ചെയ്ത് അതിൻ്റെ സീഡ്സ് ബൾക്ക് ചെയ്യുക. ഇനി ബ്രീഡർ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ആ ഫീൽഡിലേക്ക് കൊടുക്കും. സോ അതിന്ന് സർവൈവ് ചെയ്ത പ്ലാന്റ്സിനെ മാത്രം എന്ത് ചെയ്യും, ബ്രീഡർ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് സെലക്ഷൻ നടത്തുക. ഡിസൈറബിൾ ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രീഡർ അങ്ങനെയാണ് സെലക്ഷൻ നടത്തുക. നമ്മൾ 4 സ്റ്റെപ്സ് പറഞ്ഞു പ്രൊസീജിയർ ഓഫ് മാസ് സെലക്ഷനിൽ. അപ്പോൾ അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ ബേസ് പോപ്പുലേഷൻ സെലക്ട് ചെയ്യാന്നാണ്. സോ ആ ബേസ് പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യും, കൾട്ടിവേറ്റ് ചെയ്യും. ആ കൾട്ടിവേറ്റ് ചെയ്ത ബേസ് പോപ്പുലേഷനിൽ ഒരു 55 തൊട്ട് 100 പ്ലാന്റ്സിനെ, ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള പ്ലാന്റ്സിനെ എന്ത് ചെയ്യും, ബ്രീഡർ സെലക്ട് ചെയ്യും. ദെൻ ഇങ്ങനെ സെലക്ട് ചെയ്ത പ്ലാന്റ്സിൻ്റെ സീഡ്സ് എന്ത് ചെയ്യും, ഹാർവെസ്റ്റ് ചെയ്യും. ഹാർവെസ്റ്റ് ചെയ്തിട്ട് ആ സീഡ്സിനെ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. എല്ലാ പ്ലാന്റ്സിൽ നിന്നുള്ള സീഡ്സിനെ മിക്സ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ജനറേഷൻ റൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് ജനറേഷൻ റൈസ് ചെയ്തതിൽ നിന്ന് വീണ്ടും ഇതുപോലെ സെലക്ഷൻ നടത്തും. അതിൻ്റെ സീഡ്സ് എന്ത് ചെയ്യും, ബൾക്ക് ചെയ്യും. വീണ്ടും അത് കൾട്ടിവേറ്റ് ചെയ്യും. അതിന് വീണ്ടും സെലക്ഷൻ നടത്തും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ദെൻ പിന്നീട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫീൽഡ് ട്രയൽസാണ്. മൾട്ടിപ്പിൾ ഫീൽഡ് ട്രയൽസ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യാതെ ഡിഫറെൻറ്റ് ഫീൽഡിൽ, ഇപ്പം കുറച്ച് വേരിയേഷൻസ്, ഇപ്പോൾ ടെമ്പറേച്ചറിൽ അതേപോലെ ക്ലൈമറ്റിലൊക്കെ വേരിയേഷനുള്ള ഡിഫറെൻറ്റ് സ്ഥലത്ത് എന്ത് ചെയ്യുക, ഈ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുക. എന്നിട്ട് ഫീൽഡ്, അതായത് എല്ലാ കണ്ടീഷനിലും ഗ്രോ ചെയ്യാൻ ഈ പ്ലാന്റ് ആപ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് വെറൈറ്റീനെ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ കൾട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഒരു റോല് ഒരു സ്റ്റാൻഡേർഡ് വെറൈറ്റീനെ കൾട്ടിവേറ്റ് ചെയ്യും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റിയാണ് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് വെറൈറ്റി ഒരു ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ട് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത ഒരു വെറൈറ്റിനെയാണ് എടുക്കുക. സോ അതിനൊരു റോ അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് സെലക്ഷൻ നടത്തി നമ്മളുടെ കയ്യിലുള്ള സീഡ്സിനെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യും, കൾട്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാ പ്ലാന്റ്സിനും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസീസിനെ നമ്മൾ പർപ്പസ്ഫുള്ളി എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യും. അതാണ് സെക്കൻഡ് ഇയറിൽ ചെയ്യുന്നത്. ദെൻ 3rd to 6th ഇയറിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ബൾക്ക് ചെയ്ത സീഡ്സിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡുമായിട്ട് ചെക്ക് ചെയ്യും. ഒരുപാട് പ്രാവശ്യം സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡുമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിതിനെ പുതിയൊരു വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു 7th to 8th ഇയർ ആകുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു മാസ് സെലക്റ്റഡ് ആയിട്ടുള്ള
പ്ലാന്റ്സിനെ ഒരു പുതിയ വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ഒരു ബേസ് പോപ്പുലേഷൻ സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ സീഡ്സ് ബൾക്ക് ചെയ്യുക, നെക്സ്റ്റ് ഇയറിൽ അതിനെ വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, ബൾക്ക് ചെയ്യുക. ദെൻ പിന്നീട് മൾട്ടിപ്പിൾ ഈൽഡ് ട്രയൽസ്, ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് കണ്ടീഷനിൽ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുക. ദെൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യുക. ദെൻ 7 to 8 ഇയർ ആകുമ്പം ഇതിനൊരു പുതിയ വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യുക. മാസ് സെലക്ഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, മാസ് സെലക്റ്റഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് പോപ്പുലേഷൻ ആയിരിക്കും. ആ സെലക്ട് ചെയ്ത എല്ലാ പ്ലാന്റ്സിൻ്റെയും ജീനോ ടൈപ്പ് സിമിലർ ആയിക്കൊള്ളണം എന്നില്ല. കാരണം അത് ഡിഫറെൻറ്റ് പാരൻസ് നിന്ന് വന്നതാണ്. ഇവിടെ ഡിഫറെൻറ്റ് പാരൻസ് നിന്ന് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് ഹെട്രോജീനിയസ് ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ ക്രോസ് പോളിനേറ്റഡ് സ്പീഷീസിലാണ് സാധാരണ മാസ് സെലക്ഷൻ നടത്തുക. സോ പോളിനേഷൻ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് അപ്പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു വൈൽഡ് സ്പീഷീസ് എന്നൊക്കെ ഒരു പോളൻ ഗ്രെയിൻസ് വന്ന് ഇതിൻ്റെ സ്റ്റിഗ്മയിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ജീനോ ടൈപ്സിൽ ചെറിയ ചെറിയ ചേഞ്ചസും വരാം. സോ പോപ്പുലേഷൻ മാസ് സെലക്ഷനിൽ ഹെട്രോജീനിയസ് ആയിരിക്കും. ദെൻ broader genetic base and more stable against environmental changes due to heterogeneity. ഹെട്രോജീനിയസ് ആയതുകൊണ്ട് തന്നെ ബ്രോഡർ ജനറ്റിക് ബേസ് ഉണ്ടാവും. അതായത് ഹോമോജീനിയസ് അല്ലെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും നശിച്ചു പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേ ജീനോ ടൈപ്പ് ഉള്ളതാണ്. ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ബ്രോഡർ ജനറ്റിക് ബേസ് ആവും. ചില ഡിസീസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്ലാന്റ്സിനെങ്കിലും എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ഹെറിറ്റബിൾ വേരിയേഷൻസ് പ്രസൻ്റ് ആണ് ബിസൈഡ്സ് എൻവയോൺമെൻറ്റൽ വേരിയേഷൻസ്. അതായത് ഒരു പ്ലാന്റിൽ നിന്ന് നെക്സ്റ്റ് പ്ലാന്റിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റ്സിലും ഒരുപോലെ ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ മാസ് സെലക്റ്റഡ് വെറൈറ്റിയിലുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് ഡിഫറെൻറ്റ് പാരൻസ് എന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് സ്വന്തമായിട്ടുണ്ടാവും ആ പ്ലാന്റ്സിന്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെ ക്യാരക്ടേഴ്സും ഒരുപോലെ ആയിരിക്കില്ല, ചെറിയ ചെറിയ വേരിയേഷൻസ്, ഹെറിറ്റബിൾ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ദെൻ ഇഫക്റ്റീവ് ഇൻ കേസ് ഓഫ് സെൽഫ് പോളിനേറ്റഡ് ക്രോപ്സ് സിൻസ് ഹെറിറ്റബിൾ വേരിയേഷൻസ് ആർ പ്രസൻറ്റ്. സാധാരണ നമ്മൾ മാസ് സെലക്ഷൻ യൂസ് ചെയ്യാറ് ഓൾഡ് വെറൈറ്റീസിനെ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഇംപ്രൂവ്ഡ് വെറൈറ്റീസിനെ പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഒരുപാട് വർഷം കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പോളൻ ഗ്രെയിൻസിൻ്റെ അതുപോലെ ക്രോസ് പോളിനേഷൻ്റെ ഒക്കെ ഇഫക്റ്റ് കൊണ്ട് ആ ഒരു വെറൈറ്റി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു ടൈപ്പ് പ്ലാന്റ് ആയിരിക്കില്ല അതിലുണ്ടായിരിക്കുക. സോ അതൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാനാണ് സാധാരണ മാസ് സെലക്ഷൻ യൂസ് ചെയ്യാറ്. അല്ലാതെ ഒരു പുതിയ വെറൈറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാസ് സെലക്ഷൻ സാധാരണ യൂസ് ചെയ്യാറില്ല. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിഫറെൻറ്റ് പാരൻസ് എന്ന് വന്നതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിരിക്കും പെർഫോമൻസിൽ, ബിക്കോസ് ദേ ആർ ഹെട്രോജീനിയസ്. ദെൻ വെറൈറ്റീസ് സാധാരണ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ സിമ്പിൾ ആൻഡ് ക്വിക്ക് മെത്തേഡ് ഫോർ ക്രോപ്പ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ദെൻ അപ്ലിക്കബിൾ ഫോർ ബോത്ത് സെൽഫ് ആൻഡ് ക്രോസ് പോളിനേറ്റഡ് സ്പീഷീസ്. അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെലക്ഷൻ, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മാസ് സെലക്ഷൻ സാധാരണ ക്രോസ് പോളിനേറ്റഡ് സ്പീഷീസിലും പ്യുവർ ലൈൻ സെലക്ഷൻ സാധാരണ സെൽഫ് പോളിനേറ്റഡ് സ്പീഷീസിലും ക്ലോണൽ സെലക്ഷൻ സാധാരണ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് സ്പീഷീസിലുമാണ് ചെയ്യാറ്. തീമറിക്സ് ഓഫ് മാസ് സെലക്ഷൻ പറയുമ്പോൾ നമ്മൾ ഫീനോടൈപ്പ് നോക്കിയിട്ടാണ് മാസ് സെലക്ഷനിൽ സെലക്ഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് സുപ്പീരിയർ ജീനോടൈപ്പ്. ഫീനോടൈപ്പ് എപ്പോഴും ജീനോടൈപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്തോളണം എന്നില്ല. കാരണം എന്താ, ഹെട്രോസൈഗസ് കണ്ടീഷനിലും സുപ്പീരിയർ ഫീനോടൈപ്പാണ് കാണിക്കുക. സിൻസ് ദർ ഈസ് നോ കൺട്രോൾ ഓവർ പോളിനേഷൻ, റാപ്പിഡ് ക്വാളിറ്റേറ്റീവ് ഡിറ്റീരിയോറേഷൻ ഓഫ് ദ ഡെവലപ്ഡ് വെറൈറ്റി ഒക്കേഴ്സ്. ക്രോസ് പോളിനേറ്റഡ് സ്പീഷീസിലാണ് നമ്മൾ മാസ് സെലക്ഷൻ സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു പോളൻ ഗ്രെയിൻസ് വന്നിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്ത വെറൈറ്റിയിൽ പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഇംപ്രൂവ്ഡ് വെറൈറ്റിയിൽ എന്ത് ചെയ്യും, ക്വാളിറ്റേറ്റീവ് ഡിറ്റീരിയോറേഷൻ സംഭവിക്കും. അതായത് ക്വാളിറ്റിയിൽ എന്ത് ചെയ്യും, ചേഞ്ചസ് സംഭവിക്കും. ദെൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം സെലക്ഷൻ നടത്തുന്നത് വഴി അതിൻ്റെ വേരിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലാർജ് പോപ്പുലേഷനാണ്
മാസ് സെലക്ഷൻ നടത്തേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ ബേസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരും. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടക്കുന്നത് വഴി പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുക. അതിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതിനെയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുക. മാസ് സെലക്ഷന്റെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസ് സെലക്ഷൻ സാധാരണ ക്രോസ് പോളിനേറ്റഡ് സ്പീഷീസിൽ നമ്മളെ ലോക്കൽ വെറൈറ്റിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ആൻഡ് മാസ് സെലക്ഷൻ വഴി ഒരുപാട് പ്ലാന്റ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ മെയ്സ്, പാൾ മില്ലറ്റ്, മസ്റ്റാർഡ് എക്സെട്ര.